ഇന്നലെ ഇന്നുമായിട്ട് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാതി കറങ്ങി നടക്കുന്നുണ്ട്. പരാതി വേറൊന്നുമല്ല, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല, അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് രാഷ്ട്രതലവന്മാർ എത്തുന്ന സമയത്ത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ അവരെ കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ക്ഷണിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെയും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് നോക്കാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ക്ഷണിച്ചിട്ടുള്ള പരിപാടികൾക്കൊന്നും തന്നെ വരുന്ന ഒരാളല്ല. അത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3-ാം ടൈമിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. നിശ്ചയമായും രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ട പരിപാടിയാണ്, അതിൽ പങ്കെടുത്തില്ല. ഏറ്റവും അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഏറ്റവും അവസാനം സ്ഥാനാരോഹണമായിട്ടുള്ള സൂര്യകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. അതിലും അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നതാണ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. അത്തരത്തിൽ അനവധി കേന്ദ്ര സർക്കാർ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ വേണമെന്ന് കരുതുന്ന പരിപാടികളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി പലപ്പോഴും പങ്കെടുക്കാറില്ല. രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം ആ സമയത്ത് ഉണ്ടാവാറില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ വ്ളാഡിമിർ പുടിനെ കാണാൻ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയും അതിന്റെ പേരിൽ ബഹളവും ഉണ്ടാക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കുനിഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിവരാൻ വേണ്ടി കുനിഞ്ഞതാണ് എന്ന് പറയുന്നത് പോലെയാണ്. എന്തിനാണ് ക്ഷണിച്ചിട്ട്? നിരസിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത് എന്നുള്ള രീതിക്കാണ്. ഇനിയിപ്പോ ധാർമ്മികമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാനും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം. ശരിയാണ്, ഭരണഘടനാപരമായി ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന വ്യക്തി ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ടും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു ഡസനിലധികം സംഗതികളുണ്ട്, ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരെണ്ണമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണ്, പ്രത്യേകം തന്നെ, അതായത് ട്രംപ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അത് എന്ത് തരം പ്രാതിനിധ്യമാണ്, അതല്ലെങ്കിൽ ഏത് ഇന്ത്യയുടെ പ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നറിയില്ല. ഇനി അതിന് പുറമെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് വിദേശ മണ്ണുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഇലക്ഷൻ ഡിഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്നും ഇവിടെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല നടക്കുന്നത് എന്നുള്ളതും ഈ പറയുന്ന പന്തല് കെട്ടി നാട്ടുകാരോട് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്നവനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പിന്റെ പുറത്ത്, അതല്ലെങ്കിൽ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം. പക്ഷേ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഇന്ത്യയിലെ ഇലക്ഷൻ സ്മൂത്തായിട്ടല്ല, സുതാര്യമായിട്ടല്ല, ട്രാൻസ്പെറൻസിയിലല്ല നടക്കുന്നത്, ഡിഗ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെ നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തുല്യമാണ് ശരിക്കത്. ഇത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ കേന്ദ്രം ഭരിക്കുന്നവർ ഇതൊരു സീരിയസ് മാറ്റർ ആയിട്ട് കാണാത്തത് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് ആളുകളെ ചൂസ് ചെയ്തിട്ടായിരുന്നു നരേന്ദ്രമോദി മറ്റു ലോക രാജ്യങ്ങൾക്കിടയിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി ആ സമയത്തും ചോദിച്ചത് ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് എത്ര സൈനികരെ നഷ്ടപ്പെട്ടു, ഇന്ത്യ അത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ, അതൊരു ഇലക്ഷൻ ഗിമ്മിക്കല്ലേ, അതല്ലെങ്കിൽ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം ഒരു ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് BJP നടത്തിയതല്ലേ തോന്നിയിട്ടുള്ള ഏറ്റവും നിരുത്തരവാദിത്തപരമായിട്ടുള്ള, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പുറം മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തം LOP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ഒരു പഴയ വീഡിയോ ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗിനെ എന്തോ പറഞ്ഞിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കളിയാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദി അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാര്യം. അതായത് മൻമോഹൻ സിംഗിനെ ബാക്ക് ചെയ്യേണ്ട ആവശ്യം നരേന്ദ്രമോദിക്കില്ല, പക്ഷേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഏതൊരു പൗരൻ എന്നുള്ള നിലയ്ക്കും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവരെ ഇത്തരത്തിലുള്ള അപകടസ്ഥിതികളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്കിടയിലോ നമ്മുടെ രാജ്യത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലുകൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഴുപ്പലകൾക്കോ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഞാൻ എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന തരത്തിലുള്ള ഡയലോഗുകൾക്ക് ഒന്നും തന്നെ യാതൊരു പ്രസക്തിയില്ല. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ലിസ്റ്റ് സാധനങ്ങൾ മാത്രമാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അവരുടെ പാർട്ടിയുടെ ഇന്റേണൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇലക്ഷൻ തോൽവിക്ക് അല്ലെങ്കിൽ ഏതൊരു ഇലക്ഷൻ റിസൾട്ടിന് മുന്നേയും ഏതെങ്കിലുമൊക്കെ രാജ്യത്തേക്ക് ടൂർ പോകുന്ന, അതല്ലെങ്കിൽ അണികൾ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അണികളുടെ ഒപ്പം നിൽക്കാത്ത, അവർക്ക് ആത്മവിശ്വാസം നൽകാത്ത ഒരു നേതാവാണ്
രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയുടെ ഒരു അനുയോജ്യനായിട്ടുള്ള നേതാവാണ് എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെന്നും അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണെന്നും അത്തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതൊക്കെ നമുക്ക് പുസ്തകത്തിലുണ്ടെന്ന് പറയാൻ പറ്റും. പ്രവൃത്തിയിൽ രാഹുൽ ഗാന്ധി അത് കാണിക്കാത്തിടത്തോളം കാലം തിരിച്ചും അത് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഏറ്റവും എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ 3 തവണ അധികാരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഏതൊരാളും ഇത്തരത്തിൽ അവഹേളിക്കപ്പെടും. ഇത് ആ വിലയെ നൽകുള്ളൂ. അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഈ നാട്ടിൽ 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് കുത്താൻ പോകുന്ന ജനങ്ങളും ആ വില തന്നെ നൽകുള്ളൂ. ഇതിനേക്കാൾ പടുകുഴിയിലേക്ക് രാഹുൽ ഗാന്ധിയും അയാൾ നയിക്കുന്ന പാർട്ടിയും വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അയാൾ ഈ ലീഡർഷിപ്പ് ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുത്തശ്ശി പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അത്രയും വലിയ ചരിത്രമുള്ള ഒരു പാർട്ടി ഒരുപക്ഷെ വീണ്ടും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും അഡമന്റ് ആയിട്ടുള്ള അരഗന്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി എവിടെയും എത്തില്ല, രക്ഷപ്പെടില്ല. ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അതല്ലെങ്കിൽ ആ മുങ്ങുന്ന കപ്പലിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ നമുക്കിപ്പോൾ കോൺഗ്രസിൽ കാണാം. അതിൽ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് പുറത്തു പോയി. ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലുള്ള, കപിൽ സിബലിനെ പോലുള്ള ആളുകളൊക്കെ തന്നെയും പുറത്തു പോവുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആളുകൾ ചാടണോ വേണ്ടേ എന്ന് ആലോചിച്ച് അതല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അത് നമുക്ക് വഴിയെ മനസ്സിലാവും എന്താവും അതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നിർഗുണനെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇലക്ഷനിൽ പരാജയപ്പെടുന്നത് മാത്രമല്ല, രാഹുൽ ഗാന്ധി സ്വന്തം ജീവിതത്തിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഇതോടുകൂടെ ഉരുത്തിരിഞ്ഞു വരും.